തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടത്തിൽ മരിച്ച ജോയിയെ പഴിചാരി കരാറുകാർ. ജോയി സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചില്ലെന്ന് സൂപ്പർവൈസർ കുമാർ പറഞ്ഞു. കൊണ്ടാണ് അത് സംഭവിച്ചത്. എന്താന്ന് പറയൂ, അയാൾക്ക് നമ്മുടെ ഗ്ലൗസ്, നമ്മുടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. പുള്ളിക്കാരന്റെ ഒരു അതിനെ പുള്ളിക്കാരന്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പറയണത് ഇത് കള്ളാണെങ്കിൽ അവിടെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നമുക്ക് നിങ്ങൾ പറയുന്ന അല്ല, നിങ്ങളുടെ വെർഷൻ ഇതിപ്പോ നിങ്ങളുടെ ഭാഗത്ത് ആരും സംസാരിച്ചിട്ടില്ല. എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. അപകടം പറ്റി ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളൊരു ഇതായിട്ട് പുള്ളിക്കാരനെ പണിക്ക് കൊണ്ടുവന്നു ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. കാരണം അനസ്ഥത കാരണമാണ് അങ്ങനെ അവിടെ സംഭവിക്കേണ്ടി വന്നത്. അതിന് പിറകെ ഇന്ന് ഇപ്പൊ ഞാനിവിടെ ശമ്പളത്തിൽ നിൽക്കുന്നത് സൂപ്പർവൈസറായിട്ട്. പക്ഷേ ഇത് കാര്യം ഭയങ്കരമായിട്ട് ഈ ഓരോരുത്തർ ഇങ്ങനെ പറയും. അതാണ്. അജീഷ് തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അജീഷ്, ഈ സൂപ്പർവൈസർ പറയുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസമാണ് സൂപ്പർവൈസർ കുമാറിനോട് സംസാരിച്ചത്. ഇയാളാണ് ഈ കരാർ തൊഴിലാളികളെ ഈ ആമഴിഞ്ചാൻ തോട്ടിലിറക്കി വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന ആള്. പക്ഷെ ഇയാളോട് സംസാരിച്ചപ്പോൾ കുമാർ പറയുന്നത് ഈ ജോയിയുടെ അനാസ്ഥ കാരണമാണ് അദ്ദേഹം മരണപ്പെട്ടതാണ്. കാരണം ജോയിക്ക് വേണ്ട സുരക്ഷാ ഉപകരണങ്ങളൊക്കെ നൽകിയതാണ്. അദ്ദേഹം അത് വേണ്ടെന്ന് പറഞ്ഞ് ആമഴിഞ്ചാൻ തോട്ടിലേക്ക് ഇറങ്ങി എന്നുള്ളൊരു ന്യായീകരണമാണ് ഈ സൂപ്പർവൈസർ കുമാർ ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, ഈ നേരത്തെ തന്നെ ഈ 3 പേർ ആയിരുന്നു ഈ തമിഴ്ചൻ തോട്ടിൽ ഇറങ്ങിയത്. ഇതിൽ ഒരിക്കൽപ്പെട്ടത് ജോയി മാത്രമായിരുന്നു. ജോയിക്ക് മറ്റൊരു സുരക്ഷാ ഉപകരണങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു ഗ്ലൗസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കുമാർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഈ ജോയിക്ക് എല്ലാവിധ ഉപകരണങ്ങളും നൽകിയത് ജോയി അത് വേണ്ടാന്ന് വെച്ച് സ്വയം മരണത്തിലേക്ക് ഇറങ്ങിപ്പോയെന്നാണ് പറയുന്നത്. അങ്ങനെ വലിയൊരു ന്യായീകരണമാണ് ഈ സൂപ്പർവൈസർമാരും ഈ കരാറുകാരും ഇപ്പോൾ ഉന്നയിക്കുന്നത്. അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.